السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, നക്ഷത്രതുല്യരായ സഹാബാക്കൾ എന്ന പ്രസക്ത പ്രമേയം ആധാരമാക്കി സംവദിക്കുകയാണ്. സമക്ഷം ആഗതനായതിൻ്റെ ഉദ്ദേശം, ഇതിനെനിക്ക് തൗഫീഖ് നൽകിയ ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഈ ഉമ്മത്ത് മിശ്രാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നേരും നെറികേടും ഇവിടെ വരും. ചിലപ്പോഴെങ്കിലും സത്യത്തെയും കവച്ചുവെക്കും വിധം അസത്യങ്ങൾ കാണപ്പെടും. ഹക്കും ബാത്തിലും ഇടകലരും. അസംഖ്യം വസ്വാസുകൾക്കിടയിൽ ഈ ഉമ്മത്ത് ഞെരിഞ്ഞമരും. അപ്പോഴൊക്കെ ഏത് രൂപത്തിൽ, എങ്ങനെ, എവിടേക്ക് പോകണമെന്നറിയാൻ റോൾ മോഡലുകൾ വേണം. അവരാണ് സ്വഹാബികൾ, നക്ഷത്രതുല്യരായ സ്വഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്കൂ: അസ്ഹാബീ കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബ നക്ഷത്രങ്ങൾക്ക് സമന്മാരാ. അവരിലാരെ നിങ്ങൾ അനുധാവനം ചെയ്താലും, ആരൊരുത്തനെ നിങ്ങൾ അനുകരിച്ചാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നു. അതിനാൽ ഇക്കാലത്തുള്ള സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ഔഷധം, ഒറ്റമൂലി സ്വഹാബയാണ്. സ്വഹാബ കിറാം നക്ഷത്രതുല്യരായി മാറുന്നത് അവിടുത്തെ ഒരു വലിയ ബോധം കൊണ്ടാണ്. ഏതാണ് ആ ബോധമെന്നറിയുമോ? വൽ ആഖിറതു ഖൈറു വ അബ്ഖാ. പാരത്രിക ലോകമാണ് ഏറെ ഗുണകരവും എന്നെന്നും അവശേഷിക്കുന്നതും. സിദ്ദീഖോരുടെ കാവ്യശകലങ്ങളിൽ ആത്മീയ ബോധമാണ് തുളുമ്പി നിൽക്കുന്നത്. കുല്ലും മ്രിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലിഹി. എല്ലാവരും ഓരോ പ്രഭാതത്തിലും അവരുടെ കുടുംബത്തിലാണ്. മരണമാണെങ്കിലോ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തുമുണ്ട്. സ്വഹാബികളിൽ അതിപ്രധാനിയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾക്ക് ഇവിടെ 100 മേനി തിളക്കമുണ്ട്. ലൗലാ യൗമുൽ ഖിയാമത്തി ലകാന ഗൈറു മാ തറഊൻ. അന്ത്യനാളെങ്ങാനുമില്ലായിരുന്നുവെങ്കിൽ ഉമർ നിങ്ങൾ കാണാത്ത ഒരു ഉമറായിരിക്കും. ചൊറുക്കുള്ള, ചന്തമുള്ള, കയ്യൂക്കുള്ള സർവസ്വമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിയന്ത്രിച്ചത് അവിടുത്തെ വരാനുള്ള പരലോക ബോധമാണ്. പ്രിയരെ, ആഖിറ വിജയമെന്ന ലക്ഷ്യത്തിനായി സഹാബ കിറാം തെരഞ്ഞെടുത്ത മാർഗം പ്രധാനമാ. അത് മഹബ്ബത്തുർ റസൂലില്ലാഹി വ മഅനിയതു ഹബീബില്ലാഹ്. തിരുനബിയോടുള്ള ആഴമേറിയ അവാജ്യമായ സ്നേഹമാണ്, അനുരാഗമാണ്. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് സൗബാൻ റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊട്ടിപ്പോയത്. അതിൻ്റെ പേരിലാണ് ത്വൽഹ തങ്ങൾ ഹബീബിനെതിരെയുള്ള ശരപ്രവാഹം നെഞ്ചുകൊണ്ട് തടുത്തത്. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും പൊന്നുമോൾ ഫാത്തിമ ഇഹലോകവാസം വെടിഞ്ഞത്. എന്നാൽ ആ സ്നേഹം മാത്രമല്ല, അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ. റസൂൽ തങ്ങൾ പറഞ്ഞത് അവർ അപ്പടി ഏറ്റെടുത്തു. അതിൻ്റെ ലോജിക്ക് അവർക്ക് പ്രശ്നമല്ല, അതിൻ്റെ യുക്തി അവർ തിരഞ്ഞെടുത്തിട്ടുമില്ല. റസൂലുള്ളയാണ് അവരുടെ തെളിവ്, ഹബീബാണ് അവരുടെ ദൃഷ്ടാന്തം. ചുരുക്കത്തിൽ സ്വഹാബാക്കൾ നക്ഷത്രതുല്യരാണ്. അവരെ അനുധാവനം ചെയ്യാനുള്ള സുവർണ സൗഭാഗ്യം നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.